ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേ Q&A സെക്ഷൻ. അതായത് ലാസ്റ്റ് വീക്കിലെ കമന്റ് ബോക്സിലും DMസിലും ഒക്കെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ Q&A ആയിട്ട് ഈ വീക്ക് ചെയ്യുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് Q&Aയിലോട്ട് കിടക്കാം. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നിയാസിനമൈഡ് സിറത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് നിയാസിനമൈഡിനെ പറ്റി പറയാം. നിയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ബിയുടെ അണ്ടറിൽ വരുന്ന ഒരു വിറ്റാമിൻ ആണ് നിയാസിനമൈഡ്. ഇത് നമ്മുടെ സ്കിൻ കെയറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റും ആണ്. ഇത് നമുക്ക് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ, സ്കിൻ എക്സ്ട്രീംലി ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും സെൻസിറ്റീവ് ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. കാരണം ഇത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൈൽഡായിട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ കംപ്ലീറ്റ്ലി മാറ്റും എന്നല്ല, നമ്മൾ കുഞ്ഞു 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 പിഗ്മെന്റേഷൻ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ കാണുന്ന ചെറിയ സ്പോട്ട് അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എക്സ്ട്രീം ലെവൽ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഒരിക്കലും നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യത്തില്ല. ഇന്ന് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ആലിയ ഭട്ടിന്റെ സ്കിൻ കെയർ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നിയാസിനമൈഡ് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരുന്നത്. അതിന് കാരണം അന്ന് ആലിയ ഭട്ട് യൂസ് ചെയ്ത 10% ഗ്ലോ റെസിപ്പിയുടെ നിയാസിനമൈഡ് സിറം ആണ് വൈറലാക്കിയത്. അത് കാരണം വേറൊരു ബ്രാൻഡ് ഇതേ എനിക്ക് 10% നിയാസിനമൈഡ് ഇറക്കി. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് പർജിങ്, അതായത് മൂക്കുരു വരികയും ചെയ്തു. ഇത് നിയാസിനമൈഡിന്റെ ഒരു ഹിസ്റ്ററി, കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ നിയാസിനമൈഡിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം എന്നുള്ളത് പോലെ തന്നെ എല്ലാ സ്കിൻ കൺസേൺസ് ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏതൊരു സ്കിൻ സ്കിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല, നമ്മൾ വിറ്റാമിൻ സി, റെറ്റിനോൾ, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് തുടങ്ങി A to Z ഉള്ള എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ നമുക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. ഇഷ്യൂ ഒന്നുമില്ല. ആക്ച്വലി നിയാസിനമൈഡ് എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റിന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഇപ്പൊ വിറ്റാമിൻ സിയുടെ ലെവൽ ഒന്ന് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിയാസിനമൈഡിന്റെ കൂടെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടാനിങ് ഉണ്ടെങ്കിൽ ആ ടാനിങ് പെട്ടെന്ന് മാറ്റാനായിട്ട് സ്കിന്നിൽ ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് ആൽഫ വീട്ടിൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നേക്കാളും നല്ലത് നിയാസിനമൈഡിന്റെ കൂടെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നിയാസിനമൈഡ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേറ്റിംഗ് സേഫ് ആണ് കേട്ടോ. അതിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. പക്ഷെ ഇഷ്യൂ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതുവരെ സ്കിൻ കെയറിൽ നിയാസിനമൈഡ് യൂസ് ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 10% നിയാസിനമൈഡ് യൂസ് ചെയ്യും, നമ്മുടെ സ്കിൻ അത് റിജക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സ്കിൻ പേർജിങ് വരും. കാരണം നമ്മുടെ സ്കിൻ ഇതുവരെ അത്രയും കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അപ്പൊ സ്കിൻ പെട്ടെന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് കാരണം നമുക്ക് ഒരുപാട് മോക്കുരുകൾ ഫേസിൽ വരാനായിട്ടും തുടങ്ങും. അപ്പൊ അത് കാരണമാണ് നിയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പർജിങ് വന്നത്. ഇത് ഓർഡിനറി എന്ന് പറയുന്ന ബ്രാൻഡാണ് ഫസ്റ്റ് 10% നിയാസിനമൈഡ് നല്ല രീതിയിൽ സ്കിൻ കെയറിലോട്ട് സിംപ്ലിഫൈ ആയിട്ട് കൊണ്ടുവന്നത്. ഇവരുടെ സിറാണ്. പക്ഷേ ഇതിനകത്ത് 10% നിയാസിനമൈഡും സിങ്കും ഉള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് യൂസ് ചെയ്തപ്പോൾ പർജിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെർമഡോക്കിന് 10% യൂസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഇഷ്യൂസ് വന്നതും ചില ആൾക്കാർക്ക് ഇഷ്യൂ വരാത്തതും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. ഏത് സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. ഇത് മോർണിംഗും നൈറ്റും നമുക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. വിറ്റാമിൻസ് നിങ്ങൾ മോർണിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിറ്റാമിൻസ് നിങ്ങൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 2 നേരം നിങ്ങൾക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ഒന്നും ഉണ്ടാവാനായിട്ട് പോണില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മോക്കുരു മാറാനായിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ലോ അതല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. ഇഷ്യൂ ഒന്നും വരാനായിട്ട് പോണില്ല. പിന്നെ നമ്മൾ നിയാസിനമൈഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നിങ്ങൾ ഇതുവരെ നിയാസിനമൈഡ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ 10% സ്റ്റാർട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഒന്നുകിൽ നിയാസിനമൈഡ് അടങ്ങിയ ഏതെങ്കിലും മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ 5% നിയാസിനമൈഡ് അടങ്ങിയ സിറംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അത് യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ മിനിമലിസ്റ്റില് അല്ലെങ്കിൽ ഡെർമക്കോയില്, സുഗന്ധയില്, പ്ലമ്മിന്റെ 5% നിയാസിനമൈഡ് സിറം നല്ല സൂപ്പർ സാധനമാണ്. പ്ലമ്മിലൊക്കെ 5% നിയാസിനമൈഡ് സിറം അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 5% വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്താൽ മതി. മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യും. 2 നേരം യൂസ് ചെയ്താലും ഇഷ്യൂ ഒന്നും വരാനായിട്ട് പോണില്ല. മോയിസ്ചറൈസേഴ്സിലാണെങ്കിൽ നമുക്ക് 2% ആയിരിക്കും ഏറ്റവും മാക്സിമം കിട്ടുന്നത്. സിറത്തിലാകുമ്പോൾ നമുക്ക് 5% കിട്ടും. 5% നമുക്ക് സ്കിന്നിന് അങ്ങനെ പർജിങ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പോണില്ല. അതല്ല നിങ്ങൾ 10% വാങ്ങിയെന്നുണ്ടെങ്കിൽ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള സാധനം കുറച്ച് നാളായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മോയിസ്ചറൈസറിനകത്തോട്ട് ഈ നിയാസിനമൈഡ് സിറം ഒഴിച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ അത്രയും നമുക്ക് പേർജിങ് ഉണ്ടാവില്ല. അത് ആക്ച്വലി എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മോയിസ്ചറൈസർ അതൊരു ഫോർമുലേഷൻ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരു ചായ എടുക്കും, അതൊരു ചായ ഫോർമുലേഷൻ അല്ലോ. അതിനകത്തോട്ട് എരി ചൂട് അല്ലെങ്കിൽ ഇപ്പം അതിന്റെ ചായയുടെ ചൂട് കിട്ടാതിരിക്കാനായിട്ട് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഉപയോഗമില്ലല്ലോ ചായ കൊണ്ട്. എക്സാക്ട്ലി അതുപോലെയാണ് നമ്മുടെ മോയിസ്ചറൈസറിനകത്ത് ഈ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യുമ്പോൾ നിയാസിനമൈഡ് നമ്മുടെ ഫംഗ്ഷൻ ഇല്ലാണ്ടായിരിക്കും. കാരണം ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് അതിനകത്ത് ആവശ്യമില്ലാത്തൊരു സാധനം ഇടുമ്പം അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ആവുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല.
സോ അതുകൊണ്ട് മാത്രമല്ല മോയിസ്ചറൈസേഴ്സ് മോയിസ്ചറൈസർ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് നമ്മൾ സെറം ഡ്രോപ്പ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ടോപ്പ് ലെയർ ഇരുന്ന് ഇവാപറേറ്റ് ചെയ്തൊക്കെ പോകും. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് 10% നയാസിനമൈഡ് സെറം വാങ്ങിച്ച ആൾക്കാർ നൈറ്റിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. അതും എല്ലാ നൈറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് വീക്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വീക്കിൽ എല്ലാ നൈറ്റും യൂസ് ചെയ്തു. തേർഡ് വീക്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് മോർണിംഗിൽ യൂസ് ചെയ്യാം, നൈറ്റ് എല്ലാ ഡേയ്സും യൂസ് ചെയ്യാം. ഫോർത്ത് വീക്കിൽ 2 നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് പ്രിപ്പയർ ആവും. എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ബോഡി ബിൽഡ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമേ ചെന്ന് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ആദ്യമേ നമ്മുടെ ബോഡിയെ സ്ട്രെച്ച് ചെയ്യും, നമ്മുടെ ബോഡി ഒന്ന് സെറ്റ് ആക്കും, പതുക്കെ 1 kg 2 kg അങ്ങനെയല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ വെയിറ്റ് ലിഫ്റ്റ്. എക്സാക്ട്ലി സെയിം നമ്മൾ നയാസിനമൈഡിന്റെ കാര്യത്തിലും ചെയ്താൽ മതി. ഇത് നയാസിനമൈഡ് എന്നല്ല, എല്ലാ സെറത്തിലും ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇനി കൺഫ്യൂഷൻ വേണ്ട. നയാസിനമൈഡ് നിങ്ങൾക്ക് എന്തിന്റെ കൂടെ ഏത് സമയത്തും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവരെ നയാസിനമൈഡ് സെറം വെച്ചിട്ട് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിൻ, ഒരു ബോട്ടിലല്ല ഒരു ഹാഫ് ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ സെറ്റ് ആയി വരും. നയാസിനമൈഡ് 5% യൂസ് ചെയ്യുമ്പോൾ പിന്നെ 10% യൂസ് ചെയ്യുന്ന ഇഷ്യൂ ഒന്നും ഉണ്ടാവാൻ പോകില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ ബോട്ടിൽ ഫുള്ളി യൂസ് ചെയ്തിട്ട് പിന്നെ 10%ലോട്ട് പോയാൽ മതി. അതിനപ്പുറത്തോട്ട് നയാസിനമൈഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ലാണ്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടോ ഡ്രൈനെസ് മാറ്റാനായിട്ടോ ഒന്നും 10%-നെബോ നയാസിനമൈഡ് സെറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ കൺഫ്യൂഷൻ എല്ലാം മാറില്ല നയാസിനമൈഡിനെ പറ്റി. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ. നമ്മുടെ ഫേസിൽ ഒരുപാട് ടൈപ്പ് പിഗ്മെന്റേഷൻ വരുന്നതുകൊണ്ട് തന്നെ പിഗ്മെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓരോ ഇൻഗ്രീഡിയന്റിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. പണ്ട് ഇതൊന്നും ചോദിക്കാറില്ല. പണ്ട് കോമൺലി വിറ്റാമിൻ സി നയാസിനമൈഡ് ചോദിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പൊ ആൽഫ ആർബിറ്റിനും കോജിക് ആസിഡ് അലക്സാവിക് ആസിഡും ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞ അതിന്റെ ഒരു ഇത്. അപ്പൊ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ പല പല ടൈപ്പിൽ വരും. പാച്ചസ് ആയിട്ട് വരും, മെലാസ്മ പോലെയുള്ള സിറ്റുവേഷൻ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് മാറ്റാനായിട്ട് കോജിക് ആസിഡ്. അതല്ല നമുക്ക് ടാനിങ് ആണില്ലെങ്കിൽ അത് മാറ്റാൻ ഏറ്റവും നല്ലത് ആൽഫ ആർബിറ്റിനാണ്. അതല്ല നിങ്ങൾക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള കുത്തൊക്കെ ആണെങ്കിൽ അത് മാറ്റാനായിട്ട് ട്രാൻഎക്സാമിക് ആസിഡ് നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് പ്രഗ്നന്റ് ആണ്, പിമ്പിൾസ് ഉണ്ട്, അത് ബ്രൗൺ കളറും റെഡ് കളറും ആൾട്ടർനേറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട് എങ്കിൽ അത് മാറ്റാൻ ഏറ്റവും നല്ലത് അസലിക് ആസിഡ് ആണ്. അപ്പൊ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ എല്ലാ സാധനവും ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. ഇത് കൂടാതെ പിന്നെ വരുന്ന ടൈറോസിനേസ് ഇൻഹിബിറ്റർ 2 എണ്ണമാണ്. ഒന്ന് ഗ്ലൈക്കോളിക് ആസിഡ്, പിന്നെ ഹൈഡ്രോക്വിനോൺ. ഇതിനകത്ത് ഹൈഡ്രോക്വിനോണിൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ടും ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇതിനകത്ത് പറയുന്നില്ല. ഞാനിപ്പോ പറയാൻ പോകുന്ന കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ട്രാൻഎക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കോജിക് ആസിഡ് തൊട്ട് ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കിന്നിൽ മെലാനിൻ പ്രൊഡക്ഷൻ, അതായത് നമുക്ക് ഈ പിഗ്മെന്റേഷൻ തരുന്ന സ്കിന്നിന്റെ കളർ തൊട്ട് എല്ലാം തരുന്നത് മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന തടയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിന് കളർ തരുന്ന സെല്ലുകൾ ഉണ്ടല്ലോ, ആ സെല്ലുകളെയാണ് നമ്മൾ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ മെലാനോസൈറ്റ്സിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരു മെസ്സേജ് എത്തണം. അപ്പൊ ഈ മെസ്സേജ് എത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ടൈറോസിനേസ് എന്ന് പറയുന്നത്. ഈ മെസ്സേജിനെ തടഞ്ഞു കഴിഞ്ഞാൽ മെലാനോസൈറ്റ്സിലോട്ട് മെസ്സേജ് എത്തില്ലല്ലോ. അപ്പൊ പിന്നെ അവിടുന്ന് പിഗ്മെന്റേഷൻ ഉണ്ടാവാനായിട്ടും പോണില്ല. അപ്പൊ അങ്ങനെ തടയുന്ന ആൾക്കാരെയാണ് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ട്രാൻഎക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഈ 5 സാധനം ഇൻക്ലൂഡിംഗ് ഹൈഡ്രോക്വിനോണിനും ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള സാധനമാണ്. ഈവൻ വിറ്റാമിൻ സി ഒക്കെ ഒരു പരിധി വരെ ടൈറോസിനേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ പറഞ്ഞ 5 സാധനങ്ങളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല പല സ്കിൻ കൺസേൺസിനും വിറ്റാമിൻ സിയെക്കാളും നയാസിനമൈഡിനേക്കാളും ഈ സാധനങ്ങളാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പിഗ്മെന്റേഷൻ വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്ക്വാളിൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ റെറ്റിനോളൊക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നമ്മൾ ഈ 5 എണ്ണമാണ് കോമൺലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, കാരണം കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 4 സാധനങ്ങൾ, അതായത് കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, പിന്നെ ആൽഫ ആർബിറ്റിൻ, ഈ 5 സാധനങ്ങൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ് എന്നതിന്റെ കൂടെ തന്നെ ഇതൊരു ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. അതായത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയ സ്കിൻ പുറത്തു കൊണ്ടുവരാനും സ്കിന്നിന് ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡീപ്പ് ലെയറിലോട്ട് ഇറങ്ങി പിഗ്മെന്റേഷൻ കളയാനായിട്ട് ഈ സാധനങ്ങൾ, ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ പാച്ച് ആയിട്ടാണ്, അതായത് ലിറ്ററലി പാച്ച് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഡെയിലി കോജിക് ആസിഡ് യൂസ് ചെയ്യുക. ദെൻ വീക്ക്ലി വൺസ് ഗ്ലൈക്കോളിക് ആസിഡ് നൈറ്റ് യൂസ് ചെയ്യുക. കോജിക് ആസിഡ് മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല.
അതല്ല, നിങ്ങളുടെ ഫേസിൽ ടാനിങ് ആണില്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആൽഫ ആർബിറ്റ്. ഈ ആൽഫ ആർബിറ്റിന് 2 നേരം യൂസ് ചെയ്തോ ഇഷ്യൂ ഒന്നുമില്ല. വീക്ക്ലി വൺസ് ഗ്ലൈക്കോളിക് ആസിഡ് കൂടി യൂസ് ചെയ്താൽ മതി. അടുത്തതാണ് ട്രാൻഎക്സാമിക് ആസിഡ്. നിങ്ങളുടെ ഫേസിൽ ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ മാർക്സ്, ഫ്രിക്കിൾസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡ് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തോ ഇഷ്യൂ ഒന്നുമില്ല. അതിന്റെ കൂടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ഫേസിൽ നമ്മളെ പിമ്പിൾ മാർക്സ്, അതല്ലെങ്കിൽ നമ്മൾ റെഡിഷ് കളർ, ചെറിയ പിമ്പിൾ മാർക്കിന്റെ കൂടെ റെഡ് കളറും ബ്രൗൺ കളറും ഒക്കെ ലീവ് ഔട്ട് ചെയ്യത്തില്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അസലിക് ആസിഡ് പിഗ്മെന്റേഷൻ മാറ്റാൻ മാത്രമല്ല നമ്മുടെ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളതുമാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന പിമ്പിൾസ് മാറ്റാനായിട്ട് അസലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇതിനകത്ത് കോജിക് ആസിഡ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ട്രോപ്പിക്കലി അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. കോജിക് ആസിഡ് 2% കുഴപ്പമില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ പറയും കോജിക് ആസിഡ് യൂസ് ചെയ്യേണ്ട. ബാക്കി 4 സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലൈക്കോളിക് ആസിഡ് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാം. 6%, മാക്സിമം 7% വരെ നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. കാരണം സണ്ണിന് നമ്മുടെ മെലാനിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാനുള്ള ഇതുണ്ട്, ഒരു പ്രസന്റ് കഴിവുണ്ട്. അപ്പൊ നമ്മുടെ പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി നമ്മളിപ്പോൾ കുറയ്ക്കുന്നതിന്റെ കൂടെ തന്നെ സണ്ണിന്റെ പ്രസൻസിൽ ഇതിന്റെ ഇന്റൻസിറ്റി കൂടാനുള്ള ചാൻസും കൂടുതലാണ്. അതാണ് നമ്മൾ ഈ പിഗ്മെന്റേഷൻ നമ്മുടെ സമ്മർ സീസണിൽ അതിന്റെ ഇന്റൻസിറ്റി കൂടുതൽ, പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് സൺസ്ക്രീൻ ഇന്റൻസിറ്റി കൂടുതലായതുകൊണ്ട്. അപ്പൊ ഏത് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റി യൂസ് ചെയ്താലും കൂടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി വരുന്ന സംശയമാണ് കോജിക് ആസിഡ് പിമ്പിൾ മാർക്സ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. ഹെൽപ്പ് ചെയ്യും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് മാറ്റാൻ ഏറ്റവും നല്ലത് ട്രാൻഎക്സാമിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് പിമ്പിൾ മാർക്സ് മാറ്റാൻ അത് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഇനി വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്സപ്പ് ചെയ്ത് പറയുകയാണ്. ഒന്നാമത്തേന്ന് വെച്ചാൽ കെമിക്കൽ പീലിംഗ് എത്ര നാൾ യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന്. കെമിക്കൽ പീലിംഗ് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആവുന്നതുകൊണ്ട് നെക്സ്റ്റ് തന്നെ നമുക്ക് ആ സ്കിന്നിന്റെ ഗ്ലോ ഒക്കെ കിട്ടും. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഒരാഴ്ച യൂസ് ചെയ്തു, നിങ്ങൾക്ക് ഗ്ലോ കിട്ടി, നിങ്ങൾ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കിയാൽ കിട്ടില്ല. കാരണം നമ്മുടെ സ്കിൻ പുതിയത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് പുറത്തു നിന്ന് കൊടുക്കുന്ന സാധനം ആയതുകൊണ്ട് ഉള്ളിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ പെർമനന്റ് ഇന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർമനന്റ് സൊല്യൂഷൻ കിട്ടണമെന്ന് വെച്ചാൽ കിട്ടില്ല. കാരണം ഇതൊരു പെർമനന്റ് ട്രീറ്റ്മെന്റ് അല്ല. നമ്മൾ ഡെയിലി പല്ല് തേക്കില്ലേ, കാരണം ഇന്ന് പല്ല് തേച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും മൗത്തിന്റെ സ്മെല്ല് ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്ന് നമ്മൾ ഡെയിലി പല്ല് തേച്ചാലേ പറ്റുള്ളൂ. എക്സാക്ട്ലി സെയിം എന്നും കുളിച്ചാലേ പറ്റുള്ളൂ. എക്സാക്ട്ലി സെയിം നമ്മൾ സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇത്ര നാൾ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ആ റിസൾട്ട് കിട്ടുന്നില്ല. അത് അതിനൊരു ത്രെഷോൾഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അപ്പൊ കെമിക്കൽ പീൽ അല്ല, എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അത് റിസൾട്ട് കിട്ടുന്നവരെ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പിഗ്മെന്റേഷൻ ഒക്കെ മാറാനായിട്ട് സാധനം യൂസ് ചെയ്ത് പിഗ്മെന്റേഷൻ മാറിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതുപോലെയല്ല നമ്മൾ എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്കിന്നിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. പിഗ്മെന്റേഷൻ മാർക്സോ അതല്ലെങ്കിൽ നമ്മൾ പിമ്പിൾസോ മാറ്റുന്ന സാധനം നമുക്കൊരു നിർത്തുന്ന പോലെ നമുക്ക് എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങൾ ഒരിക്കലും നിർത്താനായിട്ട് പറ്റില്ല. കാരണം ആ പിഗ്മെന്റേഷൻ പോവും, പിന്നെ അത് വരാതെ നോക്കിയാൽ മതി. അതിനുവേണ്ടി നമുക്ക് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഡെഡ് സ്കിൻ പോയി പിന്നെ പുതിയ ഡെഡ് സ്കിൻ വീണ്ടും വരുമല്ലോ. അപ്പൊ അത് കളയാൻ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടത്തിയേ പറ്റുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു ചുരുക്കം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആൽഫ ആർബിറ്റിന്റെ കൂടെ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. റെറ്റിനോൾ ആക്ച്വലി ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. റെറ്റിനോൾ ട്രെറ്റിനോയിനൊക്കെ എന്ന് പറയുന്ന സാധനങ്ങൾ ഒരിക്കലും പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് സേഫോ ആയിട്ടുള്ള എല്ലാം ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. പ്രഗ്നന്റ് ആണെങ്കിൽ ലാക്ടേറ്റിംഗ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഈവൻ ദോ ചില സ്റ്റഡീസ് റീസെന്റ് വരുന്ന ചില സ്റ്റഡീസ് പറയുന്നുണ്ട് യൂസ് ചെയ്തോന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. മോസ്റ്റ് ഓഫ് ദി ഡെർമറ്റോളജിസ്റ്റുകളും റെക്കമെൻഡ് ചെയ്യാനായിട്ട് പോകില്ല. പക്ഷെ ചില ഡോക്ടേഴ്സ് പറയുന്നത് കുഴപ്പമില്ല, കാരണം ടോപ്പിക്കലി അപ്ലൈ ചെയ്യാൻ നമ്മൾ ബ്ലഡ് സ്ട്രീമിലോട്ട് അത്രയും പോകുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഒരിക്കൽ റിസ്ക് എടുക്കാനായിട്ട് പറയത്തില്ല. അപ്പൊ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒരിക്കലും പ്രഗ്നൻസി ലാക്ടേറ്റിംഗ് ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തത് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ കൂടെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഇൻഗ്രീഡിയന്റ് ഏതൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞുതരാം. വിറ്റാമിൻ സി സിറം, ടോണർ, മോയ്സ്ചറൈസർ, സാലിസിലിക് ആസിഡ് സിറം ടോണർ, അതല്ലെങ്കിൽ BHA സിറം ടോണർ, ഗ്ലൈക്കോളിക് ആസിഡ് സിറം ടോണർ, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് സിറം ടോണർ, മെന്റലിക് ആസിഡ് സിറം ടോണർ, AHA എന്ന് എഴുതിയ സിറം അല്ലെങ്കിൽ അതിന്റെ ടോണർ, അല്ലെങ്കിൽ AHA BHA എന്ന് എഴുതിയ സിറം ടോണർ. ഇത്രയും സാധനം, അതല്ലെങ്കിൽ ട്രെറ്റിനോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെറ്റിനോൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ ഒരിക്കലും
നിങ്ങൾ റെറ്റിനോളിന്റെ കൂടെയോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതല്ലാതെ ഒരുവിധമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആൽഫ ആർബിറ്റിൻ, നയാസിനമൈഡ്, കോജിക് ആസിഡ്, ട്രാനക്സാമിക് ആസിഡ്, അസലിക് ആസിഡ്, നിങ്ങൾക്ക് എല്ലാം ഹൈൽറോണിക് ആസിഡ്, പെപ്റ്റൈഡ്സ്, ആംബ്യൂൾസ്, സിംഗല്ല, എന്ത് വേണമെങ്കിലും സ്ക്വാളിൻ എന്ത് വേണമെങ്കിലും നമുക്ക് റെറ്റിനോളിലൂടെ യൂസ് ചെയ്യാം. ഇൻഫാക്ട് റെറ്റിനോൾ പ്ലസ് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബെനിഫിറ്റ് കൂട്ടുകയും ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ഉണ്ടാവും. അതല്ലാണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്കിൻ ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, വിറ്റാമിൻ സിയുടെ കൂടെ റെറ്റിനോൾ യൂസ് ചെയ്തുകൂടാ എന്നുള്ളതല്ല. ഇത് രണ്ടും ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഒരുമിച്ച് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാത്തടത്തോളം കാലം ഒരുമിച്ച് ഒരു പ്രൊഡക്റ്റ് കിട്ടും മാർക്കറ്റിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ റെറ്റിനോളിന്റെ ക്രീമോ അല്ലെങ്കിൽ സെറമോ അല്ലെങ്കിൽ വിറ്റാമിൻ സിയുടെ സെറമോ ടോണറോ ക്രീമോ ഇരിക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന്റെ pH ഓൾട്ടർ ചെയ്യും, നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി വിറ്റാമിൻ സി റെറ്റിനോളിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആകും, പിമ്പിൾസ്, ഹൈപ്പർ പിഗ്മെന്റേഷനും സ്കിൻ ഡ്രൈനസും ഒക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഷോർട്സ് പറഞ്ഞതാണ്. നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന സ്കിൻ കൺസേൺസ്, എസ്പെഷ്യലി മെലാസ്മ അല്ലെങ്കിൽ നമുക്കുള്ള അൺട്രേ ഡാർക്ക്നെസ്, ഇതൊക്കെ പെർമനന്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മെലാസ്മയൊക്കെ നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരു പരിധിവരെ മാറ്റിയെടുക്കാം. എന്ന് വെച്ചാൽ 98% നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അൺട്രേ ഡാർക്ക്നെസ് നമുക്ക് അതൊരു 95-90% ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, അത് ഹെറിഡിറ്ററി ആണെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡെഫിനറ്റ്ലി അൺട്രേ ഡാർക്ക്നെസ് ഒക്കെ മാറ്റാം. ഹെറിഡിറ്ററി എന്ന് പറയുന്നൊരു ടാഗ് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം പാരമ്പര്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ബോൾഡ്നെസ് അല്ലെങ്കിൽ നമ്മൾ ഹെയറിൽ ഇയർലി ഹെയർ ഗ്രോത്ത് വരുന്നത്, ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതല്ലേ. ഇപ്പൊ നമ്മൾ മുറിച്ചു കളഞ്ഞാൽ ഇത് വീണ്ടും വരുമല്ലോ. എക്സാക്ട്ലി സെയിം ആണ് ഈ ഹെറിഡിറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻസ് പറയുന്ന സാധനങ്ങൾ. അത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെടണം. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ നല്ല രീതിയിൽ റിച്വൽ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി ഡെഫിനറ്റ്ലി കുറച്ചെടുക്കാൻ പറ്റും. ഈവൻ നള്ളിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും ഞാൻ പറയത്തില്ല, പക്ഷെ നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് നോക്കുമ്പോൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കും. അപ്പൊ ഇന്നത്തെ Q&Aയിൽ ഒരുവിധ ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജോ അയച്ചാൽ മതി. ഞാൻ ഒന്നുകിൽ അവിടെ ആൻസർ ചെയ്യും, അതല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഞാൻ Q&A ചെയ്യാറുണ്ട്. അപ്പോൾ അതല്ലാണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് തേഴ്സ്ഡേയും സൺഡേസിലും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തേഴ്സ്ഡേ, സൺഡേയും അല്ലെങ്കിൽ ട്യൂസ്ഡേ വരുന്ന റിച്ച് ലക്ഷ്മി കൃഷ്ണൻ സൈനിങ്.